ഡോക്ടർ നുസ്രത്ത് ജഹാൻ, ഇഹലോകത്ത് തിന്മകൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശിക്ഷ പരലോകത്ത് വിധിക്കും, അല്ലെങ്കിൽ അവരെ തീയിൽ ചുട്ടുപൊരിക്കും എന്നാണോ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്? അപ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടല്ലേ പരലോകത്തിലേക്ക് സംസാരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഇപ്പം അദ്ദേഹം പറഞ്ഞു, അബൂ താലിബിനെ പറ്റിയിട്ട് വിശ്വാസിയല്ലാത്ത പ്രവാചകൻ്റെ അങ്കിളിനെ പറ്റിയിട്ട്, അച്ഛൻ്റെ അനിയനായിട്ട് വരും, അങ്കിളിനെ പറ്റിയിട്ട് എന്നും അയാളുടെ സ്വീകരിച്ചിരുന്നു. അതേപോലെ അബൂ താലിബ് ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു സഹോദരനായ അദ്ദേഹത്തിൻ്റെ മേലെ ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കി കേൾക്കണം. വിശ്വാസിയല്ലാത്തവരെ മേലെ ഒരു ഖുർആനിലെ ഒരു ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അന വലഹും മാ കസബു അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? അബൂ താലിബ് എന്ന അബൂ താലിബിൻ്റെ ശിക്ഷ, ഇസ്ലാം മതം സ്വീകരിക്കാത്തവണ്ണം അവൻ്റെ ശിക്ഷ, അവൻ്റെ ചുട്ട് കൈകൾ ബന്ധിക്കപ്പെട്ട് അവൻ നശിച്ചു കഴിഞ്ഞു. അവൻ ഈ ലോകത്ത് ഒന്നുമില്ല, അവൻ്റെ എല്ലാ നാശങ്ങളുമായി. അദ്ദേഹത്തിൻ്റെ ഭാര്യനെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ വിറക്, അവസാനത്തെ വരിയില്ല അതാ, വിറക് തലയിലേറ്റിക്കൊണ്ട് പോകുന്ന ഭാര്യ, ഈന്തപ്പനയുടെ ഇലകൾ കൊണ്ട് കഴുത്തിൽ മാല അണിഞ്ഞവൾ, അവളൊക്കെ നരകത്തിൻ്റെ വിറകുകൊള്ളിയാണെന്നാണ് അതിൽ ഉദ്ദേശിച്ചത്. അപ്പം ഇത്രയും അന്നൊരു പ്രവാചകൻ്റെ ബ്രദറിനെ പറയാമെങ്കിൽ അത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ കാഫിർ, വിശ്വസിക്കാത്ത കുടുംബമാണ്. ഇപ്പം എന്നെ പോലത്തെ ഒരു കാഫിറാണ് ഇവർക്ക്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതത്തിൽ ജനിച്ചിരിക്കുന്നവരെല്ലാവരും ഇതിൽ വിശ്വസിക്കണമില്ല. ഒരാളെ പ്രാകുന്ന സൂറത്താണ് നമ്മൾ ഓതുന്നത്, ഒരാളെ അന്ന് ആങ്കിളിനെ, അതാണ് ഇവർ ശീലിച്ചു വരുന്നത്. അന്ന് എഴുതി വെച്ച ഇതുപോലെയുള്ള കുറേ സാധനങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഈ അമ്മാവനെ പറയുന്ന ആൾക്ക് ഇന്ന് ബംഗ്ലാദേശിലെ ഏതോ ഒരു ഹിന്ദുവോ ഇന്ത്യയിലെ ഹിന്ദുവോ നുസ്രത്ത് ജഹാനൊന്നും അവർക്ക് വിഷയമില്ല. കാരണം അത് വിശ്വസിച്ച് അതുപോലെ അവർ പറഞ്ഞ ഈ ആണുങ്ങൾ ഉണ്ടാക്കി വെച്ച ഫത്വ ഇറക്കി. എന്തുകൊണ്ട് ഒരു സ്ത്രീൻ്റെ പേരും അവർക്ക് വേണ്ടി സ്ഥാനവും ഇസ്ലാമിന് കൊടുത്തില്ല? കാരണം അവിടെ അത് വന്നു കഴിയുമ്പോൾ ഇവരുടെ ആധിപത്യം കുറഞ്ഞു പോകും. അപ്പോൾ ഇത്രയും പ്രാഗിയിട്ട് ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങാമെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള അവിടെ നിന്ന് അങ്ങോട്ട് അത് വെച്ചാണ് ഇവരുടെ അജണ്ടകൾ പ്രവർത്തിക്കുന്നത്. ഈ ഇന്ത്യയിലെത്തുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി, ബാക്കി അറബ് രാഷ്ട്രങ്ങളിലെത്തുമ്പോൾ ബ്രദർഹുഡ്, വേറെ സ്റ്റേറ്റിലെത്തുമ്പോൾ ഡീപ് സ്റ്റേറ്റ്, IS, ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിലും ജമാഅത്ത് ഇസ്ലാമിയാണ്, പാകിസ്ഥാനിലെയും ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഏഷ്യൻ കൺട്രീസിൽ വരുമ്പോൾ വേറെ പേര്, ഓരോ കോണ്ടിനെൻറ്റിൻ്റെ പേര്. അപ്പോൾ ഈ ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം, ഞാനിപ്പോൾ എന്നെ സംഖ്യ വിളിച്ചിപ്പോൾ തെറികളിപ്പോൾ അഭിഷേകം ഉണ്ടാവും ഇപ്പോൾ എൻ്റെ പേജിലൊക്കെ. അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഞാൻ ജനിച്ചുകൊണ്ടും ഇരിക്കും മരിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ പ്രകൃതിയിലെ. ഇനിയും വരുന്ന പുനർജന്മങ്ങളും പൂർവ്വജന്മത്തിലും വിശ്വസിക്കുന്ന ഒരേ ശാസ്ത്രത്തിന് പോലും തോറ്റുപോകുന്ന, ശാസ്ത്രം പോലും കയ്യിലെടുക്കുന്ന, വേദങ്ങൾ വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ രാഷ്ട്രത്തിൽ കൈയും കാലൊക്കെ വെട്ടിയിട്ടുണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ. നമ്മൾ പറഞ്ഞു പാഞ്ചാല ദേശം, കാന്താര ദേശം പാകിസ്ഥാനെ കൊണ്ടുപോയി ബംഗ്ലാദേശിനെ മുറിക്കാൻ വേണ്ടി സഹായിച്ചു. ഇതെല്ലാം ചെയ്ത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നെഹ്റു പ്രസ്ഥാനം 100 വർഷങ്ങൾ, ഞാൻ പറയണം 100 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കാനുള്ള അജണ്ട കൊണ്ടാണ് നെഹ്റു അന്ന് അത് ചെയ്തത്. പാകിസ്ഥാൻ വിഭജിച്ച് കൊടുക്കുമ്പോൾ ഇത്രയും ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടായി, ഇത്രയും മുസ്ലിങ്ങൾ ബാക്കി വന്നു, അവർ നല്ലവരാണ്, അവർക്ക് വേണ്ടി ലോ ഉണ്ടാക്കി, എല്ലാം അവർക്ക് എഴുതി കൊടുത്തു. രജപുത്രന്മാർ ഭാരതത്തിന് കൊടുത്ത സ്വത്ത് പോലും വഖഫ് ബോർഡായി മാറി. എങ്ങനെ? പിന്നെ ഹിന്ദു ലോ കൊണ്ടുവന്ന് അവരുടെ വായ മൂടിക്കെട്ടി. പിന്നെ ഹിന്ദുക്കളാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നക്കാരെന്നുള്ള പോലെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ഉണ്ടായേ? ഈ ശക്തികൾ നശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ്
ഈ അതിന്ന് കൈയെടുക്കുന്നത് എന്തോ ഒരു നിമിത്തം പോലെ ഈ കോൺഗ്രസ്സിന് അത് സാധിച്ചു, കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ചരിത്രം എഴുതി വെക്കാൻ പറ്റി. അപ്പോൾ ഓരോ ഭാഗങ്ങളായി ക്ഷേത്രങ്ങൾ തകർക്കുന്നത് നോർത്തിലൊക്കെ സഞ്ചരിച്ചാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതൊക്കെ കാണുള്ളൂ. ഇതൊക്കെ കണ്ട അനുഭവത്തിലുള്ളതുകൊണ്ടാണ്. കാരണം ഒരു ശക്തിയെ തകർക്കുക, അവരുടെ കൈ. ഇപ്പം നളന്തയിലുണ്ടായിരുന്നത് എന്താണ്? അവിടുത്തെ വിഗ്രഹങ്ങൾ കിട്ടിയത്. ഇപ്പം രാമക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായ വിഗ്രഹങ്ങൾ എങ്ങനെ കൈ, ഏത് ഭാഗത്തിനാണ് ശക്തി? സനാതന ധർമ്മത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ചുവർ ചിത്രങ്ങളും നമ്മളിപ്പോൾ കാണുന്ന അമ്പലങ്ങളും ഒക്കെ കാണുന്നത്. അപ്പോൾ ഓരോ ഭാഗം, ഈവൻ ശിവക്ഷേത്രത്തിലെത്തിയാൽ അവിടെ എങ്ങനെ ആ വിഗ്രഹത്തിനെ എങ്ങനെ നിഗ്രഹിക്കുക, ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഹദീസുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആര് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളപ്പോൾ ഇനി പള്ളിയിൽ സമസ്ത ഒഴിവാക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ചുക്കുമില്ല. അത് പറഞ്ഞേക്കാം. ഒരു രാജ്യത്ത് ഒരു ജന്മം ഉണ്ടെങ്കിൽ ഒരു മരണം ഉണ്ടാവും, പിന്നെയും ജനിക്കും. ഞാൻ ജനിച്ചുകൊണ്ട് മരിച്ചുകൊണ്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്ന ഒരു ചിന്തയിൽ ഞാൻ എത്തിയോണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പഹൽഗാമിൽ ഹിന്ദുക്കളെ മതം നോക്കി വെടിവെച്ച് കൊന്നു. ഡൽഹിയിൽ മുസ്ലിം ഡോക്ടർമാർ ഒത്തുചേർന്ന് ഒരു കൂട്ടം ബ്ലാസ്റ്റ് ചെയ്ത് കണ്ടു, നമ്മളൊക്കെ കണ്ണിൽ കണ്ടു. ഓരോരുത്തനും ഇവിടെ ഉവൈസി എപ്പോഴെങ്കിലും ഉണ്ട്, ഉവൈസിയോ നമ്മുടെ തങ്ങന്മാരോ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവോ ഇതിനു വേണ്ടി ഒരു അനുശോചനയോ ഒരു മെഴുകുതിരിയോ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളും കത്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? അതാണ് മനസ്സിലാവാത്തത്. ആരോടാണ് ഇവർക്ക് കൂടുതൽ? സ്വന്തം നാടിനെ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാതെ, സ്വന്തം രാജ്യത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം രാജ്യത്ത് അപ്പുറത്ത് മൈനോറിറ്റിയിൽ കഴിയുന്ന അവർക്ക് ഇപ്പം ഇത്രയും ശതമാനത്തിൽ 30% ഉണ്ടവർ 8% ബംഗ്ലാദേശിൽ എത്രയോ ഡൽഹിയിലൊക്കെ ഉണ്ട്. അവർ പറയുന്നത് കേൾക്കണോ? കാരണം ഇതൊക്കെ മതം മാറ്റി ഇവർ പേടിപ്പിച്ച്, ഒന്നുകിൽ പേടിച്ചിട്ട് മതം മാറും ഇത് പറയും, അല്ലെങ്കിൽ പണത്തിൻ്റെ മേലെ അവർക്ക് എങ്ങനെ ഇവർക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ മതം മാറും. അപ്പോൾ ആ വീക്ക്നെസ്സിനെ കയ്യിലെടുത്ത് അന്ന് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു സംഗതിനെ എന്ന് അറ്റാക്ക് ചെയ്തോ ഈ ജമാഅത്ത് ഇസ്ലാമി, ഒരു ചിന്തയായിരുന്നു അത്, അല്ലേ? മതങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ചിന്തയാണ്. ദാറ്റ് ഈസ് നോട്ട് ഗോഡ് മെയ്ഡ്, ദാറ്റ് ഈസ് മാൻ മെയ്ഡ്. മാൻ മെയ്ഡിനെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് നാളൊരു മതം ഉണ്ടാക്കാം, കാരണം എനിക്ക് കുറച്ച് ബുദ്ധിയും പൈസയും ആൾബലം ഉണ്ടെങ്കിൽ എനിക്കൊരു തോട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ തോട്ടിനെ ഉണ്ടാക്കിയ ഒരാളിൻ്റെ അടുത്തുനിന്ന് ഹൈജാക്ക് ചെയ്ത് എങ്ങനെ ഇസ്ലാമിനെ ഭീകരവാദികളായി ലോകം മുഴുവൻ ഇസ്ലാം തന്നെ ആവണം, ഇസ്ലാം പൂർണ്ണമാവണമെങ്കിൽ ഞാൻ പൂർണ്ണമാവില്ല ഇസ്ലാമിൽ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല, ഞാൻ കാഫിറാണ് അവർക്ക്. കാരണം ഞാൻ രാജ്യം ഉണ്ടാക്കാൻ പോകുന്നില്ല, കാരണം നാളെ മരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് വരുമ്പോൾ നല്ല സുഖമായി ജീവിക്കണം എന്ന് ആലോചിക്കുന്നതുകൊണ്ട് ഇവരെ എങ്ങനെ മരിച്ചാലും ദീനിൻ്റെ ഒരു പേര് വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം ആയി. ആര് എന്തും ചെയ്യുക, അതിനെ താങ്ങാൻ വേണ്ടി ഈ പണ്ഡിത ലോകവും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് സമസ്തയും ഇതൊന്നും പറയുന്നില്ല? ഒരു ഹിന്ദു എന്നുള്ള കേരളത്തിൽ തന്നെ ആലോചിക്കുക, എങ്ങനെയെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ പേര് കണ്ടുപിടിക്കാൻ അവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അറിയോ? ഏതെങ്കിലും ഒരു കൊലപാതകം നടക്കുമ്പോൾ. അപ്പോൾ ബംഗ്ലാദേശ് പിന്നെ ബംഗാൾ സ്വദേശി മറ്റേ റാം നാരായണനെ പറ്റിയിട്ട് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ആദ്യത്തെ ദിവസങ്ങൾ സംഖ്യയായി ഛത്തീസ്ഗഡിൽ നിന്നുള്ള. അപ്പോൾ അദ്ദേഹത്തിന് എന്തായി, ലാസ്റ്റ് CPM ഉണ്ടായില്ല, എല്ലാം ഉണ്ട് സംഖ്യ. പിന്നെ ഒരു കാര്യം പറയാം, ഹിന്ദു എന്ന് പറഞ്ഞ് ഇവർ വരുമല്ലോ. പിന്നെ പഹൽഗാമിലെ യൂട്യൂബർ ഏതൊരു ശർമ്മ പെണ്ണ്. അപ്പോൾ ഈ ഹിന്ദു ഒരു കാര്യം ചോദിച്ചു, രാഹുൽ ഗാന്ധി ഹിന്ദുവാണോ? സതീശൻ ഹിന്ദു അല്ലേ? അവരൊക്കെ സൂഡാപ്പികളായിട്ടല്ല, അവരാർക്ക് വേണ്ടി വാദിക്കുന്നു. അവരെ പോലത്തെ കുറേ ഹിന്ദുക്കൾ ഇതിനു വേണ്ടി തീവ്രവാദികളെ പോലെ വേഷം കെട്ടി ഈ കാര്യത്തിൻ്റെ എല്ലാത്തിലും അവരെ ബ്രെയിൻ ഉണ്ടാവും, അവർ ആക്റ്റീവായിരിക്കും. ആ പേര് കൊണ്ടുവന്നിട്ട് നമ്മളെയൊക്കെ അറ്റാക്ക് ചെയ്യുക. കണ്ടില്ലേ, സംഘികൾ മിണ്ടുന്നില്ല. സംഘി വിളിച്ചോട്ടെ, രാജ്യത്തിന് സംസാരിക്കുന്നവരെ സംഘിന്ന് അടിച്ചമർത്തി അങ്ങോട്ട് പറയുന്നതിന് പകരം ബാക്കിയുള്ള ഹിന്ദുക്കളൊന്നും ആലോചിക്കുക, ദേശസ്നേഹികളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഇവന്മാർ നാളെ നമ്മളടുത്തും എത്തും, നമ്മളെ രാജ്യത്തും എല്ലാം പരന്നു കഴിഞ്ഞു. ഇത്രയും പെർസെൻറ്റേജുള്ള കേരളത്തിൽ ഇങ്ങനെ ഇവരുടെ അജണ്ട, വോട്ട് ചെയ്യണ്ട, ഗവൺമെൻറ് ജോബ് വേണ്ട, സിനിമ കാണരുത്, സിനിമ അഭിനയിക്കുക. ഇന്നിപ്പോൾ സിനിമ ഉണ്ടാക്കുന്നത് പോലും ജമാഅത്ത് ഇസ്ലാമിൻ്റെ കൈകളുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഡാൻസ് ഉണ്ട് അവർക്ക്. ഭരണത്തിൽ അവരെങ്ങനെ കയറുക എന്ന് 2030 ഇപ്പോൾ അവരുടെ ഭരണം പറയുന്നത്. വീണ്ടും ഇപ്പോൾ പുതിയതായിട്ടൊന്ന് കണ്ടു, ഏതോ ഒരു ജമാഅത്തിൻ്റെ ലീഡർ ഡൽഹിയിൽ പറഞ്ഞതാണ്, ഇപ്പോൾ 30 ഇവിടെ ഭരണത്തിലെത്തും.
അപ്പോൾ ഈ ഭരണത്തിലെത്താൻ വേണ്ടി അവർ എന്ത് കളിയും കളിക്കും, ആരെ ഇതാക്കും. പിന്നെ വിഗ്രഹങ്ങളെ തകർക്കുക, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരെ ബഹുദൈവ ദൈവം എന്ന് പറയുന്ന ഈ ഭൂമി മൊത്തമാണെന്നുള്ള ഈ സുഡാപ്പികൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ വലിയ ബുദ്ധിമുട്ട് അവർക്കല്ല, അവർക്കൊന്നുമില്ല. നഷ്ടപ്പെടാൻ പോണ ഇവിടുത്തെ ഹിന്ദുക്കൾക്കാണ്. ഹിന്ദുക്കൾ ഓരോ നിമിഷം ഓർത്തോ, ഓരോ കമ്മ്യൂണിസ്റ്റിൻ്റെ പിന്നാലെയും കോൺഗ്രസിൻ്റെ പിന്നാലെയും പോകുമ്പോൾ ഈ ഹിന്ദുക്കളെയൊക്കെ ഇവർ വെച്ചേക്കില്ല. കാരണം ഹിന്ദു ആണെങ്കിൽ എൻ്റെ ഉമ്മുമ്മ പറഞ്ഞ കഥ കേട്ടിട്ടുണ്ട്. 921 സമയത്ത് അവരെ വീട്ടിൽ പണിക്ക് വരുന്ന പാടത്ത് പണിക്ക് വരുന്ന ആളെ കൈയും കെട്ടി കൊണ്ടുപോകണം കണ്ടപ്പോൾ അവർ അവരെ കൊണ്ടുപോകുമ്പോൾ എന്തിനാ ഇയാളെ പിടിച്ച് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ഈ കാഫിറാണെന്ന് പറഞ്ഞിട്ട് ഇവർ തലവെട്ടാൻ ആ കിണറില്ലേ നമ്മുടെ ഓമശ്ശേരിക്കടുത്ത് മുക്കത്തിനടുത്തുള്ള ആ കിണറിൽ തലവെട്ടയിലുള്ള ഒരാളാണ് അവരെ വീട്ടിൽ തൂര് കിണറിലേക്ക് തലവെട്ടാൻ കൊണ്ടുവന്ന് കണ്ട കഥ ചെറുപ്പത്തിൽ പറഞ്ഞതിൻ്റെ കഥയായിരുന്നു. അവരൊക്കെ മുസ്ലിങ്ങളായിട്ട് ജീവിച്ച് മരിച്ചതു. പക്ഷേ ഇവരൊന്നും ഇതിനൊന്നും കൂട്ടു നിൽക്കൂല. അവർ മുഖം മൂടി കെട്ടിയിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല, ഹിന്ദുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല, മൂത്രം ഒഴിച്ചാൽ കഴുകാത്തവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചാണ് ഓരോ കുട്ടീനെയും ഇവർ മദ്രസയിൽ വിടുന്നത്. അത് മനസ്സിലാക്കുക ഇവിടുത്തെ ഹിന്ദുക്കളും ശരിക്കുള്ള ദേശസ്നേഹികളായ എല്ലാ മുസ്ലിങ്ങളും. നല്ലൊരാൾ മദ്രസിൽ കുട്ടീനെ പറഞ്ഞേക്കൂല, കാരണം അവിടെ പോയിട്ട് പഠിപ്പിക്കുന്ന ഇതൊക്കെ മൊല്ലാക്ക. ആ മൊല്ലാക്ക എന്ത് ചെയ്താലും ഇവിടെ സ്വർഗത്ത് പോകും അല്ലേ. ആ സംഗതി നിർത്താത്തോടത്തോളം കാലം വി ആർ നോട്ട് സേഫ്. യെസ്.